ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ ആ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ പടച്ചറപ്പവരുടെ പാപം പുറത്തു കൊടുക്കുകയാ. ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ ഒന്ന് നോക്കിയാൽ അള്ളാഹുവിന്റെ കരുണ ഇറങ്ങുകയാണ്, പടച്ചവന്റെ കാരുണ്യം ഇറങ്ങുകയാണ്, പടച്ചവന്റെ കാരുണ്യം ഇറങ്ങുകയാണ്. അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ച ലം യുഅദ്ദിബുഹു അബദാ, അല്ലാഹ് പിന്നെ ഒരിക്കലും അവനെ ശിക്ഷിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ച ആ കുടുംബം രക്ഷപ്പെട്ടു. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. 3, ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കണം. ചിരിക്കുവോ? ചിരിക്കുവോ? പറ, ചിരിക്കുവോ? ചിരിക്കൂല. ചിരിക്കുമെന്ന് നിയ്യത്ത് ചെയ്യുന്നവർ കൈപൊക്ക്, ഞാൻ പ്രതിഫലം പറയാം. കൈപൊക്കാത്തവൻ രണ്ടാമതിന് പൊക്കത്തില്ലട്ടാ. രണ്ടാമത് ഒന്നുകൂടെ പറഞ്ഞിട്ട് പൊക്കിയില്ല. പൊക്കിയല്ലോ, പൊക്കിയല്ലോ, നല്ലപോലെ പൊക്ക്, നല്ലതുപോലെ പൊക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മരിച്ചു കിടക്കുമ്പോൾ നിന്റെ മുഖത്ത് ഈ ചിരി കാണാം. കണ്ടിട്ടുണ്ടോ? ചില മഹാന്മാര് കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലരൊക്കെ മരിച്ചു കിടന്നത് എങ്ങനാ? മുഖത്ത് പിന്നെയും നോക്കാം. സാധാരണ മയ്യത്തിന്റെ മുഖത്ത് അങ്ങനെ നോക്കാൻ പാടില്ല എന്നാ. സാധാരണ പള്ളിക്കാട്ടിലെ മീസാൻ കല്ലിൽ പോലും നോക്കാൻ പാടില്ല അധികമായിട്ട്, കാരണം ഓർമ്മക്കുറവുണ്ടാവുന്ന. മീസാൻ കല്ലിൽ പോലും അമിതമായിട്ട് നോക്കാൻ പാടില്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പയ്യക്കി ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ഖബറുടെ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. എന്തിനാ ചങ്ങായിമാരെ അങ്ങോട്ടൊക്കെ പോകട്ടെ? നിങ്ങളുടെ മുറ്റത്ത് കിടക്കുന്ന മഹാനായിരുന്നല്ലോ പയ്യക്കി ഉസ്താദ്. ഉസ്താദിന്റെ മുഖം കണ്ടാൽ നിങ്ങൾ മരിച്ചു കിടന്നപ്പോ നിങ്ങൾ കണ്ടതല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയോ ജബ്ബാർ ഉസ്താദിന്റെ മുഖം മറന്നുപോയോ? ജബ്ബാർ ഉസ്താദിന്റെ മുഖം കിലോമീറ്ററുകളോളം നിങ്ങളൊക്കെ ക്യൂ നിന്നിട്ട് പോയി കണ്ട മുഖം, പിന്നെയും ആ ചിരിക്കുന്ന മുഖം, അതൊരു ചിരിയ സഹോദര, അതൊരു ചിരിയ സഹോദര. അവരൊക്കെ ചിരിച്ചോണ്ട് കിടന്നു. നമുക്കൊന്ന് പുഞ്ചിരിക്കാനെങ്കിലും അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമുക്ക് ചിരിക്കണ്ട, ഒന്ന് പുഞ്ചിരിക്കാനെങ്കിലും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹത്തോടെ, ഭാര്യ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ, ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കുമ്പോൾ ഒന്ന് പുഞ്ചിരിക്ക്. ആ പുഞ്ചിരി മരിച്ചു കിടക്കുമ്പോൾ നിന്റെ മുഖത്തുണ്ടാകും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചിരിക്കൂലേ? ചിരിക്കൂലേ? ഒന്ന് നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്കിക്ക്. വീട്ടിൽ പോയി ചിരിച്ചു പോക്ക്. ഭാര്യ വിചാരിക്കുക ഇളവിയെന്ന്. ഇന്നെങ്ങാണം വീട്ടിൽ പോയിട്ട് ഉസ്താദി പറഞ്ഞത് കേട്ടത് കാരണം വീട്ടിൽ പോയി നിന്നിട്ട് ഭാര്യ ഇങ്ങനെ രാത്രി വന്ന് വാതിൽ തുറക്കുമ്പോൾ ഇങ്ങനെ നിന്നിട്ടൊരു ചിരിയ, അവള് വിചാരിക്കുക അള്ളാഹുവിനെ ശൈത്താനെങ്ങാണ്ടോ കൂടി. മിക്കവാറും പള്ളിയിലെ ഖത്തീബിന്റെ അടുത്ത് തന്നെ പോകണം. കാരണം ചരടോദന, കാരണം ചിരിക്കുക. കാരണം നമ്മളൊക്കെ ഒന്ന്, സഹോദര, നമ്മളൊന്ന് ചിരിച്ചു നോക്ക്. നമ്മുടെ ഭാര്യ എന്നെ ചോദിക്കും, നീക്ക് ചിരിക്കാൻ അറിയുമോന്ന്. കാരണം നമ്മൾ അതിൽ പോലും പിശുക്കത്തരം കാണിക്കുന്നവരാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പക്ഷെ വല്ലവന്റെ ഭാര്യയെ കാണുമ്പോ എന്താ ചിരി അല്ലേ? അടുത്തുള്ള ആമിനാത്ത, അയൽവാസിയായ ആമിനാത്തായ കാണുമ്പോ സുഖമാണോ, എന്തൊക്കെയായില്ലേ? സ്വന്തം പെണ്ണുമ്പിള്ളയെടുത്ത് വയ്ക്കാറുണ്ടോ, നീ വല്ലതും കഴിച്ചോന്ന്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ തമാശ പറഞ്ഞതല്ല. എല്ലാവരും റബീഉൽ അവ്വൽ എത്തുമ്പോൾ മുത്തുനബിയുടെ വഫാത്താ പറയുന്നത്. ഞാനൊന്ന് മാറ്റിപ്പിടിച്ചതാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതമാണ് നമുക്ക് പഠിക്കേണ്ടത്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, പുഞ്ചിരിക്കുന്ന മുഖം. അവിടുന്ന് ചരിത്രം പറയുന്നുണ്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഞാൻ ഒരു ദിവസം എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് സൂചി തച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനല്ലേ തെക്കിതാന്നല്ലേ പറയാ, സൂചി എന്നല്ലേ പറയാ, ഇവിടെ എന്തിനും വേറെ പേര് പറയോ? ഇങ്ങനെ തച്ചുകൊണ്ടിരിക്കുക. ആ തച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ കയ്യിൽ നിന്ന് സൂചി താഴെ വീണു. അപ്പൊ സൂചി ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബി വീടിൻ്റെ അകത്ത് കയറി വന്നു. പ്രവാചകന്റെ മുഖത്തെ ചിരി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തെ പുഞ്ചിരി കാരണം താഴെ വീണ സൂചി കണ്ടെടുത്തു എന്ന് ചരിത്രം പറയുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പെൺമക്കൾ, അവരെ തയ്ക്കാൻ പഠിപ്പിക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് പഠിപ്പിക്കണം? IPS-ന്, IAS-ന്, എഞ്ചിനീയർ, കളക്ടർ ഇല്ലേ, എല്ലാം പഠിപ്പിക്കുന്നു. എങ്കിൽ ഒരു വാപ്പയുടെ കടമയാണ് തൻ്റെ മകൾക്ക് തയ്ക്കാൻ പഠിപ്പിക്കൽ. അതിനെന്താ ഇവിടെ പറയാ?
ആ, നിങ്ങളുടെയൊക്കെ ഭാര്യമാരിൽ ആരുടെയൊക്കെ ഭാര്യമാർക്ക് തയ്ക്കാൻ അറിയാവുന്ന കൈവക്കിക്കേ. ആ ആ പെമ്മക്കളെ പഠിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പെൺകുട്ടികളെ തയ്ക്കാൻ പഠിപ്പിക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നല്ല ബിസിനസ്സാ ചങ്ങാതി. ഇവിടെയൊക്കെ ഈ പെണ്ണുങ്ങളുടെ ചുരിദാർ ഒരെണ്ണം തയ്ക്കണമെങ്കിൽ എത്ര രൂപയാ? ഞങ്ങളുടെ നാട്ടിൽ 350 രൂപ കൊടുക്കണം. ഇവിടെ എത്ര? അപ്പോൾ രക്ഷപ്പെടാനുള്ളൊരു മാർഗമാ, തയ്ക്കാനെങ്കിലും പഠിപ്പിക്ക്. എന്തിനാ? വെറുതെ പറഞ്ഞതല്ല. ഈ പെണ്ണുങ്ങൾക്ക് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല അല്ലേ? ഒരുപാട് പഠിച്ച പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ വെറുതെ ഇരിക്കാൻ വയ്യ, തയ്ക്കാൻ പഠിപ്പിച്ചാൽ മതി, തയ്ച്ചുകൊണ്ടിരുന്നവളും കുഴപ്പമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ ആയിഷ ബീവിക്ക് 1000 നാവുകളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദേഷ്യപ്പെടാറില്ല. തൻ്റെ ഭാര്യമാരെ തല്ലെന്ന അള്ളാന്റെ റസൂൽ ഒരിക്കൽ പോലും തല്ലിയിട്ടില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒറ്റ ഭാര്യയെയും തല്ലിയതായി ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു ചരിത്രം പറഞ്ഞു തരാം. അള്ളാഹുവിൻ്റെ പ്രവാചകന് 9 ഭാര്യമാരുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരു ദിവസം ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലിരിക്കുകയാണ്. ആയിഷ ബീവിയുടെ വീട്ടിലിരിക്കുമ്പോ അതാ വരുന്ന മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വന്നു. ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് കിടക്കുകയാണ്. ആ സമയത്ത് ആരാ കിടന്നു വരുന്നത്? പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകള് കടന്നു വരുമ്പോ അള്ളാഹുവിന്റെ റസൂല് സാധാരണ ചെയ്യുന്നത് എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ. ഫാത്തിമ ബീബി വരുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. ചരിത്രം കേട്ടോ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വരുമ്പോ പ്രവാചകൻ എഴുന്നേറ്റ് നിൽക്കും. ചില സമയത്ത് ഫാത്തിമ ബീബിയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പോൾ പെൺകുട്ടികളുടെ എവിടെ ഉമ്മ കൊടുക്കണ്ടേ? പെമ്മക്കളുടെ എവിടെയാ ചുംബനം കൊടുക്കണ്ടേ? പറമനിശ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിയുടെ നെറ്റിത്തടത്തിൽ പ്രായപൂർത്തിയായ പെമ്മക്കൾ അവരുടെ കവളിൽ കൊടുക്കുന്നത് പാപമാണെന്ന് ഞാൻ പറയുന്നില്ല. നെറ്റിത്തടത്തിൽ മുത്തുനബി ഉമ്മ കൊടുക്കുമായിരുന്നു. പക്ഷേ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ കിടക്കുമ്പോൾ ഫാത്തിമ ബീവി കയറി വന്നു. പ്രവാചകൻ എഴുന്നേറ്റില്ല. റസൂലുള്ളാഹി തങ്ങളെ എഴുന്നേറ്റില്ല. പ്രവാചകന് ചുംബനവും കൊടുത്തില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മോളെ ഫാത്തിമ എന്തിനാ വന്നേ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, മറ്റുള്ള ഭാര്യമാരെല്ലാവരും കൂടെ എന്നെ പറഞ്ഞു വിട്ടതാ. റസൂലുള്ളാഹി തങ്ങളുടെ മറ്റുള്ള ഭാര്യമാരെല്ലാവരും കൂടെ പ്രവാചകന്റെ അടുക്കൽ ഒരു കാര്യം പറയുന്നതിന് വേണ്ടി പറഞ്ഞു വിട്ടതാ. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേ ഫാത്തിമ? അവിടെ നിന്ന് പറഞ്ഞു, ഉപ്പ, ആയിഷ ബീവിയോട് മാത്രം ഇത്ര സ്നേഹം എന്തേ വാപ്പ? മറ്റുള്ളവർക്കും ആ സ്നേഹം വേണമെന്ന് എല്ലാവരും കൂടെ പറഞ്ഞിരിക്കാം. അലച്ചു വെക്ക്. മറ്റുള്ള ഭാര്യമാരെല്ലാവരും കൂടെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, നിന്റെ വാപ്പായിക്ക് ആയിഷ ബീവിയോട് മാത്രം വലിയ സ്നേഹം, ഞങ്ങളോട് സ്നേഹം കുറവുണ്ട്. പ്രവാചകൻ വേർതിരിവ് കാണിച്ചിട്ടില്ല ഒരിക്കലും. റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കലും വേർതിരിവ് കാണിച്ചിട്ടില്ല. ഓരോ ഭാര്യമാർക്കും നിശ്ചയിക്കപ്പെട്ട ദിവസമുണ്ടായിരുന്നു. എല്ലാ ഭാര്യമാരെയും മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ പ്രവാചകൻ കാണുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുമ്പോൾ ആയിഷ ബീവിയുടെ മടിയിലാ കിടക്കണത്. ആ സമയത്ത് ആ ഫാത്തിമ ബീവി വന്നിട്ട് പറയാ, ഉപ്പ, ആയിഷ ബീവിയോട് മാത്രം ഇത്ര സ്നേഹത്തെ ഉപ്പ, എല്ലാവരും വേണമെന്ന് അവരോടും കാണിക്കണമെന്ന് പറയുന്നു. പ്രവാചകൻ ഒന്നും മിണ്ടിയില്ല, മിണ്ടാതിരുന്ന് ചിരിക്കുക. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇത് കേട്ടോണ്ടിരുന്നു, ഒന്നും മിണ്ടിയില്ല. റസൂലുള്ളാഹി തങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫാത്തിമാനോട് ചോദിച്ചു, ഫാത്തിമ, നിനക്ക് എന്നെ ഇഷ്ടമാണോ? നിനക്കെന്നെ ഇഷ്ടമാണോ ഫാത്തിമ? ഫാത്തിമ ബീബി പറഞ്ഞു, ഉപ്പാ, നിങ്ങൾ എനിക്ക് വല്ലാത്ത ഇഷ്ടമാ, എങ്കിലും നീ ആയിഷാനെ സ്നേഹിക്കുമോളെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, എന്നെ നീ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആയിഷാനെ നീ ഇഷ്ടപ്പെടണം.
മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. പക്ഷേ ഭാര്യമാർക്ക് എല്ലാവർക്കും തൃപ്തിയായില്ല. അവസാനം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രം പറയുന്നു, ഇവരെല്ലാവരും കൂടിച്ചേർന്നു അവസാനം മുത്തുനബിയുടെ വീട്ടിലേക്ക് കടന്നു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം അവിടുന്ന് ആയിഷ ബീവിയും റസൂലുള്ളാഹി തങ്ങളുടെ മറ്റു ഭാര്യമാരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടായി, വഴക്കുകൂടി. അപ്പോഴും മുത്തുനബി ചിരിച്ചുകൊണ്ടിരുന്നു. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യമാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ആയിഷ ബീവിയും അവിടെ നിന്ന് അങ്ങോട്ട് ആയിഷ ബീവി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. കാരണം ഏറ്റവും പ്രായം കുറഞ്ഞ ആളാ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോ രണ്ട് പെണ്ണ് കെട്ടിയവർക്കറിയാം അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തേ അല്ല ഈമാൻ നൽകുമാറാകട്ടെ. ചിലര് പറയാറുണ്ട് കടലിലും ചെയ്ത്താനും നടക്കാണെന്ന്, ഇല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം. അള്ളാന്റെ റസൂൽ ഒന്നും മിണ്ടിയില്ല, മിണ്ടാതെ കിടന്നു കേട്ടു എന്ന് ചരിത്രം പറയുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം പറഞ്ഞു, ആയിഷ ആരെന്നറിയുവോ? എൻ്റെ അബൂബക്കറിന്റെ മകളാ, എൻ്റെ അബൂബക്കറിന്റെ മകളാ. ഞാൻ ആദ്യമായിട്ട് ഇസ്ലാമിന്റെ പ്രബോധനവുമായി കടന്നു ചെന്നപ്പോ ഞാൻ പറഞ്ഞ ഉടനെ വിശ്വസിച്ച മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ആ അബൂബക്കറിന്റെ മകളാണ് ആയിഷ. അതുകൊണ്ട് എനിക്ക് ആയിഷയോട് പ്രത്യേക ഒരു സ്നേഹമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ എങ്ങനെയായിരുന്നു? ഒരാളോടും വേർതിരിവ് കാണിച്ചിരുന്നില്ല. ഒരു ഭാര്യമാരെയും അല്ലാഹുവിന്റെ റസൂല് തല്ലിയിട്ടില്ല. ഒരാളുടെയും മനസ്സ് വേദനിപ്പിച്ചിട്ടില്ല. എല്ലാവരോടും നീതിയാണ് കാണിച്ചത്. ഒരു യാത്രയ്ക്ക് പോയി കഴിഞ്ഞാൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജിന് പോകുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഹജ്ജിന് വേണ്ടി തയ്യാറെടുക്കുമ്പോ അവിടുന്ന് തന്റെ ഭാര്യമാരോട് എല്ലാവരോടും പറഞ്ഞു ഹജ്ജിന് പോകാൻ തയ്യാറാകാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജിന് പോകാൻ തയ്യാറായപ്പോ എല്ലാ ഭാര്യമാരും, അന്ന് ജീവിച്ചിരുന്ന എല്ലാ ഭാര്യമാരോടും പറഞ്ഞു, എല്ലാവരും ഒരുങ്ങിക്കോ, ഞാൻ ഹജ്ജിന് പോകുകയാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, കറങ്ങാൻ പോകേണ്ടത് കൂട്ടുകാരുടെ കൂടെയല്ല, കറങ്ങാൻ പോകേണ്ടത് ഭാര്യയുടെ കൂടെയാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആരുടെ കൂടെ കറങ്ങാൻ പോകേണ്ടത്? ഭാര്യയുടെ കൂടെ. പ്രവാചകൻ ഹജ്ജിന് പോകാൻ തയ്യാറായപ്പോൾ എല്ലാ ഭാര്യമാരോടും പറഞ്ഞു, ഒരുങ്ങിക്കോ ഹജ്ജിന് പോകാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം നോക്ക്. അവസാനം ഹജ്ജ് കഴിഞ്ഞു. പ്രവാചകനും സ്വഹാബത്തും കുടുംബവും ഹജ്ജ് കഴിഞ്ഞ് മക്കയിൽ നിന്നും മദീനയിലേക്ക് വരാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായി. ആ സമയത്ത് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പോയിട്ട് പറഞ്ഞു, നബിയെ, എനിക്കൊരു ഉംറയ്ക്ക് പോകണം നബിയെ. നിങ്ങൾ ചിന്തിക്കണം, പ്രവാചകനും കുടുംബവും സ്വഹാബത്തും ഹജ്ജ് ചെയ്തിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വന്നിട്ട് പറയുക, എനിക്കൊരു ഉംറ ചെയ്യണം. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളാണെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, കൊണ്ടുപോയിട്ട് ഉംറ ചെയ്യിപ്പിച്ചിട്ട് വരാൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. എന്നാൽ ഹജ്ജ് ചെയ്തില്ലേ, അടുത്ത പ്രാവശ്യം ഉംറ ചെയ്യാന്നല്ല. ഭാര്യ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ അവിടെ നിന്ന് തനഈമിലേക്ക് പറഞ്ഞു വിട്ടു. ഇന്ന് നമ്മൾ ഹജ്ജിനും ഉംറയ്ക്കും പോകുമ്പോൾ നമ്മൾ ആയിഷ പള്ളിയിൽ പോകാറുണ്ട് ഇഹ്റാം കെട്ടാൻ. അവിടെ പോയി മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഇഹ്റാം കെട്ടി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നമ്മൾ ഒരു ഭാര്യയോട് പോലും നേരെ ചൊവ്വെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ 9 ഭാര്യമാരുടെ കൂടെ ജീവിച്ച മുത്തുനബി നമുക്ക് മാതൃക കാണിച്ചു തന്നു. ആ പ്രവാചകന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് പഠിപ്പിച്ചു തന്നു. ആ പ്രവാചകന്റെ ജീവിതമാണ് നാം പഠിക്കേണ്ടത്. ആ പ്രവാചകന്റെ ജീവിതം പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം സന്തോഷത്തിലാവുകയാണ്, സമാധാനമുള്ള ജീവിതമാണ്. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗം സൂറത്തു യാസീൻ ഞാനും നിങ്ങളും ഓതുമല്ലോ. ആ സൂറത്തു യാസീൻ ഓതുമല്ലോ. ആ സൂറത്തു യാസീനിൽ ആയത്ത് കാണാം, ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം.
ഹമീം. സൂറത്തു യാസീനിൽ അല്ലാഹു പറയുകയാണ് ഒരു കുടുംബത്തെ കുറിച്ച്. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തില് ചാരികസേരയിലെ ഭാര്യയും ഭർത്താവും തന്റെ മക്കളും നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലെ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ കുടുംബമുണ്ടല്ലോ, ആ കുടുംബത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതമുണ്ടല്ലോ, കഴിക്കാൻ ഭക്ഷണമില്ലായിരുന്നു, കുടിക്കാൻ വെള്ളമില്ലായിരുന്നു, കിടക്കാൻ നല്ല ഒരു വീടില്ലായിരുന്നു, വിരിക്കാൻ ഒരു നല്ല വിരിപ്പില്ലായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബ ജീവിതം എടുത്ത് നിങ്ങൾ വായിച്ചു നോക്ക്. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അകത്ത് മാസങ്ങളോളം തീ പുകഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്താദേ എൻ്റെ ഭാര്യ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു, അവൾ ഒരുപാട് കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. സീരിയൽ കാണിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ലത് റസൂലുള്ളാഹി തങ്ങളുടെ ജീവിത ചരിത്രം വായിച്ചു നോക്ക്. നിന്റെ ഭാര്യയ്ക്ക് ആയിഷ ബീവിയുടെ ചരിത്രം വായിച്ചു കൊടുക്ക്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ പടച്ചവനെ പട്ടിണിയാണ്, കഴിക്കാൻ ഭക്ഷണമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. വിശക്കുന്ന വയറോടെ വീട്ടിൽ കയറി വന്നിട്ട് മുത്തുനബി ചോദിക്കുന്നു, ആയിഷ കഴിക്കാൻ വല്ലതും തരുമോ ആയിഷ? ആയിഷ ബീവി കരയുകയാണ്, ആയിഷ ബീവി കരയുകയാണ്. കാരണം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് കൊടുക്കാൻ ഭക്ഷണമില്ല. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഇത്തിരി വെള്ളമെങ്കിലും തരുമോ ആയിഷ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കരയുകയാണ്. പടച്ചവരെ കൊടുക്കാൻ പച്ചവെള്ളം പോലും ഇല്ലാത്ത വീട്. ആരുടെ വീട്? ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ അകത്ത് പച്ചവെള്ളം പോലുമില്ല. തന്റെ ഭാര്യ കരയുന്നത് കണ്ടപ്പോ പ്രവാചകൻ അവിടെ നിന്ന് സമാധാനിപ്പിക്കുകയാണ്. വീടിന്റെ അകത്ത് കയറിയിട്ട് മുത്തുനബി കിടക്കുകയാണ്. വയറ് ഒട്ടിക്കിടക്കുന്നത് കണ്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ മുത്തുനബിയുടെ വയറിൽ കൈവച്ചിട്ട് തടകുകയാണ്. മുത്തുനബിയുടെ വയറിൽ കൈവച്ചിട്ട് തടകുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വയറ്റത്ത് കൈവച്ചിട്ട് തടകുമ്പോ അവിടെ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. റസൂലുള്ള ഞെട്ടിയുണർന്നു. എന്തേ ആയിഷ കരയുന്നത്? എന്തേ ആയിഷ കരയുന്നത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അങ്ങയ്ക്ക് കഴിക്കാൻ ഭക്ഷണം പോലും തരാൻ ഈ വീടിന്റെ അകത്തില്ലല്ലോ. അങ്ങയുടെ വയറ് കണ്ടിട്ട് കരയുകയാണ്. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ആയിഷ, ആയിഷ, കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിലും നീ എൻ്റെ കൂടെ ഇല്ലേ ആയിഷ? സ്വർഗത്തിൽ നീ എൻ്റെ ഭാര്യയാണ് ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ പഠിക്കേണ്ട ചരിത്രമാണ്. ഭർത്താവിന് വാങ്ങിക്കൊടുക്കാൻ കഴിവില്ലെന്നറിയാ, എന്നാലും പടച്ചവനെ മാനസികമായി പീഡിപ്പിക്കുന്ന പെണ്ണുങ്ങള്, പണത്തിനോട് ആർത്തിയുള്ള പെണ്ണുങ്ങള്, എത്ര കിട്ടിയാൽ തികയാത്ത പെണ്ണുങ്ങള്. അവരായിഷ ബീവിയുടെ ചരിത്രം വായിക്കുന്നത് നല്ലതാ പെങ്ങള്, വാങ്ങിച്ചു കൊടുക്കണം ചെറുപ്പക്കാരാ. അങ്ങനെയുള്ള മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിച്ചിരുന്ന ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, ആയിഷ ബീബി പറയുന്നുണ്ട്, ഒരു പെണ്ണിനും കിട്ടാത്ത 9 മഹത്വം അല്ലാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാത്ത 9 ഭാഗ്യമാണ് അല്ലാഹു എനിക്ക് നൽകിയത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടെ നിന്ന് എണ്ണി എണ്ണി പറയുന്നു എന്ന് ചരിത്രം പറയുമ്പോ ആയിഷ ബീവിയുടെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്ക്. ആയിഷ ബീവിയെ പോലെ മഹത്വം കിട്ടിയ ഏത് പെണ്ണാണുള്ളത്? അവിടെ നിന്ന് മഹദി പറയുകയാണ്, നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്ക്, നമ്മുടെ ഭാര്യമാർക്ക് പണത്തിനോട് വല്ലാത്ത ആർത്തിയ. അള്ളാഹു ആർത്തി കുറച്ചു കൊടുക്കുമാറാകട്ടെ. എത്ര കിട്ടിയാലും തികയില്ല സഹോദരങ്ങളെ. എങ്കിൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ കയറിപ്പോയിട്ട് ചോദിച്ചു, ആയിഷ കഴിക്കാൻ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല നബിയെ. കുടിക്കാൻ ഇത്തിരി വെള്ളം? അതുമില്ല നബിയെ, അതുമില്ല നബിയെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകന്റെ ജീവിതം അതായിരുന്നു. എന്ന പരാതിയുണ്ടോ ആയിഷ ബീവിക്ക്? ഒരു പരാതിയുമില്ല, ഒരു പരാതിയുമില്ല. ആയിഷ ബീവി അത്ഭുതത്തോടു കൂടി പറയുന്നു, ഒരിക്കൽ നോക്കുമ്പോ തന്റെ ഭർത്താവ് സുജൂദിൽ കിടന്ന് കരയുകയാ. പാതിരാത്രിയിൽ സുജൂദിൽ കിടന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ.
ആയിഷ ബീവിക്ക് അത്ഭുതമായി, എന്തേ പടച്ചവനെ ഇങ്ങനെ ദുആ ചെയ്യണേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തുവാണ് ഈ രാത്രി കിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണേ? ചെന്ന് നോക്കിയപ്പോൾ ദുആ ചെയ്യുകയാ, അല്ലാഹുമ്മ അഹീനി മിസ്കീന വ അമിത്നി മിസ്കീന. അല്ലാഹുവേ പടച്ചവനെ, നീ എന്നെ പാവപ്പെട്ടവരിൽ ഉൾപ്പെടുത്തണേ പടച്ചവനെ. പാവപ്പെട്ടവനായി ജീവിച്ച് പടച്ചവനെ പാവപ്പെട്ടവനെ പോലെ മരണപ്പെട്ട് നാളെ പാവപ്പെട്ടവരുടെ കൂടെ തന്നെ എന്നെ നീ പരലോകത്ത് ഒരുമിച്ച് കൂട്ടണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്, മുത്തുനബിയുടെ ജീവിതം അങ്ങനെയായിരുന്നു. നമുക്കില്ലാതെ പോയതും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയ ഒരു കാര്യം, ഒറ്റ ഒരു ഉദാഹരണം ചോദിക്കട്ടെ, ഒറ്റ ഒരു ഉദാഹരണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലർക്കും സ്വന്തമായിട്ട് ഒരു സെന്റ് ഭൂമിയില്ലാത്തവരുണ്ട്, ഒരു വീടില്ലാത്തവരുണ്ട്. അള്ളാഹു നമുക്ക് ഭവനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നാൽ നിങ്ങൾ ചിന്തിക്ക്, എങ്ങനെയെങ്കിലും കുറച്ച് പൈസ സംഘടിപ്പിച്ച് നമ്മളിന്ന് തറയിടും. അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെയെങ്കിലും കയ്യിൽ പൈസ ഉണ്ടാകുമ്പോൾ സ്വർണമെല്ലാം കൂടെ വിറ്റുപറക്കി എങ്ങനെയെങ്കിലും ആ വീട് വാർക്കുന്നത് വരെ കൊണ്ടെത്തിക്കും. അത് കഴിയുമ്പോൾ പൈസയില്ല. ഭാര്യ പറയും, ഇക്കാ പൈസയില്ലെങ്കിൽ പലിശക്കെടുക്കാൻ, അല്ലെങ്കിൽ ലോൺ എടുക്കാൻ. എന്നാ ചിന്തിച്ചു നോക്കൂ, പടച്ചവനെ, ഒന്നുമില്ലാത്ത എനിക്ക് അള്ളാഹു വസ്തു തന്നു, ജാഗ തന്നു. അതിനകത്ത് അള്ളാഹു മഴ പെയ്യാ നനയാതെ കിടക്കാനുള്ള ഒരു വീട് തന്നു. കുറച്ച് ക്ഷമിച്ച അതിനകത്ത് കയറി താമസിക്കാനുള്ള അവസരം കൂടെ അള്ളാഹു തരുമല്ലോ. നമ്മളതല്ല, ആ സമയത്ത് പോയി ലോൺ എടുക്കും, പലിശക്കെടുക്കും, സ്വർണം കൊണ്ട് പണയം വെച്ചിട്ട് ആ പലിശയുടെ പൈസ കൊണ്ട് വീട് കെട്ടും. പിന്നെങ്ങനെ ആ വീടിൻ്റെ അകത്ത് സമാധാനം കിട്ടാൻ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും ഹറാമിൽ പോയി ചാടരുത്. ഭാര്യ പറഞ്ഞാൽ കേൾക്കരുത്. ഭാര്യ പറഞ്ഞാൽ, ഇനി ഭർത്താവ് പറഞ്ഞാൽ ഭാര്യയും കേൾക്കരുത്. ഹറാമായ പൈസ കൊണ്ടൊരു വീട് കെട്ടിയിട്ട് ആ വീടിൻ്റെ അകത്ത് കയറി നിസ്കരിച്ചാൽ ശരിയാവോ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, ലോൺ എടുത്ത് വീട് വെച്ചു, അല്ലെങ്കിൽ പലിശക്കെടുത്ത് വീട് വെച്ചു. ആ വീടിൻ്റെ അകത്ത് നിസ്കരിച്ചാൽ മനസമാധാനം കിട്ടുമോ? നമുക്ക് പറ, സമാധാനം കിട്ടുമോ? നിങ്ങൾക്ക് പറയാൻ മടിയുണ്ടോ? ഈ മക്കാമിന്റെ മുന്നിലിരുന്ന് പറ, അതിനകത്ത് കയറി 2 റക്അത്ത് സമാധാനത്തോടെ നിസ്കരിക്കാൻ കഴിയുമോ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, റബ്ബിനോട് ദുആ ചെയ്, അള്ളാഹുവിനോട് ദുആ ചെയ്. ഇവിടെ നിങ്ങളുടെ കയറി വരുമ്പോൾ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഉസ്താദെ, സ്വന്തമായിട്ടൊരു വീടില്ല, വലിയ കടമ ഉസ്താദെ, ദുആ ചെയ്യണം, സ്വന്തമായിട്ടൊരു വീട് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഈ സദസ്സിലിരിക്കുന്ന ആർക്കെല്ലാം സ്വന്തമായിട്ടൊരു വീടില്ലയോ റബ്ബെ, എല്ലാവർക്കും അള്ളാഹുവെ നീ ഭവനം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാൻ. ഒരു സ്വന്തമായിട്ടൊരു ഭവനം നൽകണേ തമ്പുരാനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട് അള്ളാഹു തരുന്ന ഒരു അനുഗ്രഹമാണ്. വീട് പണിയുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പക്ഷേ ഇന്ന് വീട് പണിയുമ്പോൾ പലരും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. വീട് പണിയുമ്പോൾ എല്ലാവരും കന്നിമൂലയാണ് നോക്കുന്നത്. വീട് പണിയുമ്പോൾ എല്ലാവരും ആദ്യം നോക്കുന്നത് എന്താ? നമ്മളോട് പലരും ചോദിക്കാറുണ്ട്, ഉസ്താദെ, കന്നിമൂലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോന്ന്. സത്യം പറഞ്ഞാൽ കന്നിമൂല ഏതാന്ന് പോലും എനിക്കറിയത്തില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിക നിയമം അനുസരിച്ച് വീട് പണിയുമ്പോൾ 2 കാര്യം നിർബന്ധമായിട്ട് നോക്കണം. കന്നിമൂലയല്ല നോക്കേണ്ടത്. ഉസ്താദന്മാരോട് ചോദിച്ചാൽ മതി, തങ്ങന്മാരോടൊക്കെ ചോദിച്ചാൽ മതി. വീട് പണിയുമ്പോൾ നിർബന്ധമായിട്ടും നോക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ? വേണോ? വേണ്ട. സ്വന്തമായിട്ട് വീടുള്ളവർക്ക് ഇന്ന് വീട്ടിൽ പോകുമ്പോൾ ചിലപ്പോൾ ഉറക്കം വരത്തില്ല. സ്വന്തമായിട്ട് വീടുള്ളവർക്ക് ഇന്ന് വീട്ടിൽ പോകുമ്പോൾ ഉറക്കം വരത്തില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പണ്ടുള്ള വീടുകൾ, നിങ്ങളുടെ തറവാടുകളിലേക്ക് നിങ്ങൾ പോയി നോക്കണം. പണ്ടുള്ള വീടുകളിലും ഇന്നത്തെ വീടുകളിലും കാണാത്ത ഒരു കാര്യമുണ്ട്. പണ്ടുള്ള വീടുകളിൽ ഫ്രണ്ടിലെ വാതിലിലൂടെ കയറിയാൽ ആ വാതിലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ജനലോ ഒരു വാതിലോ കാണാൻ കഴിയും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇല്ലേ? ഇപ്പം നിങ്ങൾ ചിന്തിക്ക്, ഞാൻ നിൽക്കുന്ന ഒരാൾ വീട്ടിലേക്ക് കയറുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അതിന് മൈവാതിലെന്ന് പറയും. പണ്ടുള്ള ആൾക്കാർ കാറ്റ് കയറി ഇറങ്ങിപ്പോകാൻ കഴിയുന്ന ഒരു വാതിൽ, കാറ്റ് കയറി ഇറങ്ങിപ്പോകാൻ, ഇവിടെ എന്ത് പറയും ഇപ്പം അതിന്? അങ്ങനെ പറയാം, മൈവാതിലെന്ന് പറയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, എങ്കിൽ ഇന്ന് പല വീട്ടിലും നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ഫ്രണ്ടിലെ വാതിലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബാത്റൂം ആയിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി, വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ആരെങ്കിലും വന്ന് നോക്കുമ്പോൾ പറയും ഇങ്ങനെ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കും. ആരെ പറ്റിക്കാൻ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ശരിയല്ലേ? നിങ്ങൾ ചില വീടുകളിൽ പോയി നോക്കിക്കോ,
ആ മേശിരിക്കറിയാം, വീട് പണിത മേശിരിക്കറിയാം ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന്. എന്നാൽ നോക്കുമ്പോൾ ചെറിയ ഒരു ധാരം ഇട്ട് കൊടുക്കും. വലിയ വാതിലിൽ നിന്ന് കാറ്റിറങ്ങി പോകാം, മൂക്കിൻ്റെ ധാരമുള്ളൊരു ഓട്ടോ അടിച്ചു വെക്കുമ്പ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അങ്ങനെയല്ല. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം, എൻ്റെ വീടിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഖുർആനിലെ ഒരു സൂറത്ത് പഠിച്ചു വെച്ചോ, ഒരു സൂറത്ത് നീ പഠിച്ചു വെച്ചോ. ഹദീസിൻ്റെ കിതാബിൽ കാണാം, ലഇലാഫി ഖുറൈശിൻ ഇലാഫിഹിം റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ് ഓത് ഫൽയഅ്ബുദു. ഈ സൂറത്ത് എല്ലാവർക്കും അറിയാം. വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നവർ ഈ സൂറത്ത് നിത്യമായിട്ട് ഓതുക, നിന്റെ വീട് പണി എളുപ്പത്തിലാക്കി തരുമെന്ന് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വീടിൻ്റെ പണി എളുപ്പത്തിലാകും ഈ സൂറത്ത് നിങ്ങൾ ഓത്. ഖുർആനിലെല്ലാമുണ്ട്, ഖുർആനിലെല്ലാമുണ്ട്. ചിലർ പറയും, ഉസ്താദെ വീടിൻ്റെ അകത്ത് സമാധാനമില്ല, കിടന്ന ഉറക്കം വരുന്നില്ല. എങ്ങനെ ഉറക്കം വരാനാ ചങ്ങാതി? ഇതൊന്നും ഇല്ലാത്ത കാര്യമല്ല, ഇതെല്ലാം ഉള്ള കാര്യമാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ എനിക്കൊരു തറവാടുണ്ടായിരുന്നു, സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ നിന്ന് ഞാൻ വേറെ ഒരു വീട് വെച്ച് മാറി. കുടുംബ വീട്ടിൽ നിന്ന് ഇത്തിരി പൈസയൊക്കെ ആയി, കല്യാണമൊക്കെ കഴിച്ചപ്പോൾ സ്വന്തമായിട്ട് വേറെ ഒരു വീട് വെച്ചു. ആ വീട്ടിൽ താമസം തുടങ്ങിയപ്പോൾ എൻ്റെ സമ്പാദ്യം മുഴുവനും നഷ്ടപ്പെട്ടു, എൻ്റെ കച്ചവടം മുഴുവനും തകർന്നുപോയി, എൻ്റെ ഭാര്യ രോഗിയായി, ജീവിതത്തിൽ വലിയ പ്രയാസം. നബിയെ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാൻ. മുത്തുനബി പറഞ്ഞു, ആ വീട് നീ ഉപേക്ഷിച്ചേക്കാൻ നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. കാരണം ചില വീടുകൾ ബറക്കത്തില്ലാത്ത വീടാ. താമസം തുടങ്ങിക്കഴിഞ്ഞാൽ എന്നും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില വീടുകളിൽ ശൈത്താനിൻ്റെ സാന്നിധ്യമുണ്ട്, ചില വീടുകളിൽ ശൈത്താനിൻ്റെ സാന്നിധ്യമുണ്ട്. ഇല്ല എന്ന് പറയണ്ട, വെറുതെ പറയുന്നതല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒരു യുദ്ധം കഴിഞ്ഞു മടങ്ങി വരികയാണ്. ഒരു യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സഹാബികൾ പറഞ്ഞു, നബിയെ ബക്കറ്റ് പിരിവുണ്ടോ? ബക്കറ്റ് പിരിവുണ്ടോ? പാട്ടപ്പിരിവുണ്ടോന്ന്? ഇല്ലേപ്പാ. ഉണ്ട്, ഇൻഷാ അല്ലാ. എല്ലാവരും ഒന്ന് പോക്കറ്റ് കയ്യട്ടെ. പോക്കറ്റ് കൈയ്യുടെ ഉണ്ടോ നോ, വെച്ചത് അവിടെ ഉണ്ടോ നോക്കിയേ, വെച്ചതുണ്ടോ നോക്ക്. ഉണ്ടോ? ആ ചങ്ങാതി ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. എല്ലാവരും നല്ല സദക്ക. അസ്സദഖത്തു റദ്ദുൽ ബല. സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സർവ്വ വിപത്തുകളെയും തട്ടിമാറ്റും. കൊറോണയല്ല, കൊറോണയുടെ ഉപ്പാപ്പാനെയും തട്ടിമാറ്റാൻ സദക്കയ്ക്ക് പറ്റും. നല്ല ഒരു സദക്ക എല്ലാവരും ചെയ്യ്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞു മടങ്ങി വന്നു. അവിടെന്ന് വരുന്ന വഴിയിൽ അവിടെന്ന് പറഞ്ഞു, നബിയെ എല്ലാവർക്കും വലിയ ക്ഷീണം. ഒരു സ്ഥലത്ത് എല്ലാവരും കൂടെ റെസ്റ്റ് എടുത്തു. മരത്തിൻ്റെ ചുവട്ടുകളിൽ കിട്ടിയ സ്ഥലങ്ങളിൽ എല്ലാവരും കിടന്നുറങ്ങി. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞെട്ടി ഉണർന്നു. സുബഹി നമസ്കാരം ഖളായിപ്പോയി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ണു തുറന്നപ്പോൾ സുബഹി നമസ്കാരം ഖളാ ആയി. ബിലാല് തങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു, ബിലാലെ എന്തേ നീ ബാങ്ക് വിളിക്കാഞ്ഞ്? ഉറങ്ങിപ്പോയി നബിയെ, ഉറങ്ങിപ്പോയി നബിയെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എല്ലാവരും പെട്ടെന്ന് വാഹനങ്ങളിൽ കയറി. ഇവിടെ നിൽക്കരുത്, ഇവിടെ നിൽക്കരുത്, എല്ലാവരും പെട്ടെന്ന് വാഹനങ്ങളിൽ കയറ്. അള്ളാഹുവിൻ്റെ റസൂല് തിരുതി കാണിച്ചു. സഹാബത്ത് മുഴുവനും വാഹനത്തിൻ്റെ മുകളിൽ കയറി പെട്ടെന്ന് അവിടെ നിന്ന് യാത്ര തുടങ്ങി. സഹാബികൾ ചോദിച്ചു, നബിയെ എന്തേ നബിയെ പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ പറഞ്ഞത്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നമ്മളുടെ എല്ലാവരും ഒരുമിച്ച് ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ എല്ലാവരുടെയും സുബഹി ഖളാ ആയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ശൈത്താനിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, അവിടെ ശൈത്താനിൻ്റെ സാന്നിധ്യമുണ്ട്. അള്ളാഹു നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് എല്ലാ ശർറുകളും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ, എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. ശൈത്താൻ്റെ ഉപദ്രവത്തെ തൊട്ട് അള്ളാഹു നമ്മുടെ വീടിനെ കാക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനെന്തേ ചെയ്യേണ്ടത്? ഖുർആനിലെ ഒരായത്ത് വീടിൻ്റെ അകത്തിരുന്ന് ഓതിയാൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്താൽ മതി? വീടിൻ്റെ അകത്ത് കൂടിയിരിക്കുന്ന ശൈത്താനെ ഇറക്കി വിടാൻ ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിയാൽ മതി. അള്ളാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? വേണമെങ്കിൽ ഓത്.
നിന്റെ വീട്ടിൽ നിന്ന് ശൈത്താൻ ഇറങ്ങി പോകണമെങ്കിൽ നിങ്ങളോത്, എൻ്റെ കാര്യം ഞാൻ നോക്കിയാൽ പോരെ. ഖുർആനിലെ ഒരായത്ത്, മന്ത്രവാദമൊന്നും വേണ്ട, ഖുർആനിലെ ഒറ്റ ഒരായത്ത് നിങ്ങൾ ഇന്ന് വീടിൻ്റെ അകത്ത് പോയി ഇരുന്നോത്. ആ വീടിൻ്റെ അകത്ത് നിന്ന് ശൈത്താൻ ഇറങ്ങി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇൻഷാ അല്ലാഹ്. ഓതിക്കൂടെ? പോരാ, ഓതിക്കൂടെ? ഉറക്കെ പറ ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായത്താ? ഏതായത്താ? പറ ചങ്ങായി, കുറേ കാലമായില്ലേ? ബംബ്രാണക്കാരൊക്കെ ഉണ്ടല്ലോ ഇല്ലേ? അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെ പ്രിയ സുഹൃത്താണ്, അദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി. അള്ളാഹു മണ്ണറ മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നിങ്ങളുടെ ചങ്ങാതി വന്നില്ലേ? അതിലുണ്ടില്ല. അൽഹംദുലില്ലാ. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്ക്, ഞാൻ നിർത്തുകയാ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ശൈത്താന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഖുർആനിലെ ഒരായത്ത് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഇതാരാ പറഞ്ഞു കൊടുത്തതെന്നറിയോ? ഇതാരാ പറഞ്ഞു കൊടുത്തത്? സാധാരണ ഒരാളല്ല പറഞ്ഞു കൊടുത്തത്. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രവാചകൻ ഒരു ജോലി ഏൽപ്പിച്ചു. കുറച്ച് ഗനീമത്തിന്റെ സ്വത്ത് കിടപ്പുണ്ട്, അതിന് കാവല് നിൽക്കാൻ ഏൽപ്പിച്ചിരിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു രാത്രി കാവല് നിൽക്കണം. അങ്ങനെ കാവല് നിൽക്കുമ്പോ ഒരാള് വന്നിട്ട് ചാക്കിനകത്ത് വാരി നിറയ്ക്കുക. ഈ സ്വത്ത് മുഴുവനും ഒരാളിങ്ങനെ ചാക്കിന്റെ അകത്ത് വാരി നിറയ്ക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നേരെ ചെന്നിട്ട് ചെവി പിടിച്ചു പൊക്കി, എഴുന്നേക്കടാ, മൂട്ടിക്കുന്നോ, വാ മുത്തുനബിയുടെ മുന്നിൽ പോകാൻ, നിനക്ക് ശിക്ഷ മേടിച്ചു തരാം. ആ സമയത്ത് ആ മനുഷ്യൻ, പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു, അബൂ ഹുറൈറ, എൻ്റെ ഭാര്യയും മക്കളും പട്ടിണി കിടക്ക, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി പട്ടിണിയാ, ഗതിയില്ലാത്തത് കൊണ്ട് വന്നെടുത്തതാ, എന്നെ വെറുതെ വിടണം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇനി മേലാ ചെയ്യരുത് കേട്ടോ, ഇട്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു വിട്ടു. രണ്ടാമത്തെ ദിവസം നോക്കുമ്പോ ഇതേ മനുഷ്യൻ തന്നെ രണ്ടാമത്തെ രാത്രിയും വന്നിരുന്ന് മോഷണം നടത്തുകയാ. അന്നും പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞു വിട്ടതാ, ഇല്ല ചെയ്യില്ല എന്ന് പറഞ്ഞ് നീ പോയിട്ട് ഇന്ന് ചെയ്തു, വാ മുത്തുനബിയുടെ മുന്നിൽ പോകാം. ഇല്ല അബൂ ഹുറൈറ, ഗതികേട് കൊണ്ട് വന്നതാ അബൂ ഹുറൈറ, ഇനി ഒരിക്കലും ഞാൻ മോഷ്ടിക്കില്ല, എന്നെ വെറുതെ വിടണം. ആ മനുഷ്യന്റെ സങ്കടം കണ്ടപ്പോ, പട്ടിണിയുടെ കഥ പറഞ്ഞപ്പോ, പട്ടിണി കിടന്ന മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു, എന്നാ പോട്ടെ എന്ന് വെറുതെ വിട്ടു. പക്ഷേ മൂന്നാമത്തെ ദിവസവും രാത്രിയായി. അബൂ ഹുറൈറ തങ്ങൾ നോക്കുമ്പോൾ ഈ മനുഷ്യൻ മോഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴും പിടിച്ചു. ആ സമയത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല, കാരണം 2 പ്രാവശ്യം നിനക്ക് ഞാൻ അവസരം തന്നതാ, ഇനി നിനക്ക് രക്ഷയില്ല. ഇത് കണ്ടപ്പോൾ ഈ മനുഷ്യന് മനസ്സിലായി, ഇനി എന്തായാലും രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. എന്തായാലും അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു എന്നെ മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുപോയി ശിക്ഷ വാങ്ങിത്തരും. അതുകൊണ്ട് അബൂ ഹുറൈറയോട് ഒരു പുതിയ തന്ത്രം പറഞ്ഞു കൊടുത്തു. നിനക്ക് ഇൽമു വലിയ ഇഷ്ടമാണല്ലോ, അറിവ് പഠിക്കുന്നത് വലിയ ഇഷ്ടമാണല്ലോ, നിനക്ക് ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ ആയത്ത് നീ ഓതിയ ശൈത്താന്റെ ഷർറ് മാറും, ശൈത്താന്റെ ഉപദ്രവം മാറുമെന്ന് ആ മനുഷ്യൻ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു. അബൂ ഹുറൈറ തങ്ങൾ ഒരു ഇൽമു പഠിച്ചപ്പം വെറുതെ വിട്ടുകളഞ്ഞു. പിറ്റേ ദിവസം രാവിലെ സുബഹിക്ക് പള്ളിയിൽ പോയി, നമസ്കാരം കഴിഞ്ഞു. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, കള്ളനെ വെറുതെ വിട്ടില്ലേ? കള്ളനെ നീ വെറുതെ വിട്ടില്ലേ? നബിയെ, ആദ്യത്തെ 2 ദിവസം ഒരുപാട് പരാതികളൊക്കെ പറഞ്ഞപ്പോൾ വിഷമം കണ്ടപ്പോൾ ഞാനങ്ങ് വെറുതെ വിട്ട് നബിയെ. പക്ഷേ ഞാൻ എന്തായാലും 3ാമത്തെ പ്രാവശ്യം കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചതാ. പക്ഷെ എനിക്കൊരു ഇൽമു പഠിപ്പിച്ചു തന്നു, അതുകൊണ്ട് വെറുതെ വിട്ടതാ. എന്താണ് ഇൽമ്? ഖുർആനിലെ ഒരായത്ത് പഠിപ്പിച്ചു തന്നു. ഈ ആയത്ത് ഓതിയാൽ ശൈത്താന്റെ ഷർറ് മാറുമെന്ന് പഠിപ്പിച്ചു തന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അവൻ കള്ളനാണെങ്കിലും പറഞ്ഞത് സത്യമാ. എന്തേ അവൻ പറഞ്ഞത്? പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് പറഞ്ഞു കൊടുത്തു. ആ ആയത്ത് ഓതിയാൽ ശൈത്താനിന്റെ ഷർറ് മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അവൻ ആരാണെന്ന് നിനക്കറിയോ? ആ മോഷ്ടിക്കാൻ വന്നവൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? ഇല്ല നബിയെ, അത് ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ആയിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാരായിരുന്നു? ഇബ്ലീസ്. അപ്പൊ ഇബ്ലീസിനെ പൂട്ടാനുള്ള പൂട്ട് പഠിപ്പിച്ചു കൊടുത്തത് ആരാ? അവനെ പൂട്ടാനുള്ള പൂട്ട് പഠിപ്പിച്ചു കൊടുത്ത ആരാ? അവൻ തന്നെയാ പറഞ്ഞു കൊടുത്തത്. അവനവൻ കുടിക്കുന്ന കുഴിയിൽ അവനവൻ വീടെന്ന് പറയണ പോലെ ഇബ്ലീസ് തന്നെയാ പറഞ്ഞു കൊടുത്തത്.
എന്നെ പൂട്ടാനുള്ള പൂട്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആയത്തുൽ കുർസി അള്ളാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആയത്തുൽ കുർസി ഓതാൻ അറിയോ? ഓദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഈ ആയത്തോതിയ ആര് പോകും? ആര് പോകും? ഉറക്കപ്പറ. ഇന്നിറക്കി വിടുവോ വീട്ടിൽ നിന്ന്? അയ്യ ഇല്ലേ ഉസ്താദേ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമായി, എങ്ങനെ ഇറക്കി വിടാനാ? ഇല്ലേ, ഞങ്ങൾ തമ്മിൽ അത്രയ്ക്കും കൂടപ്പുറപ്പുകളായി. ഇബിലീസിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റുമോ? ഇബിലീസിനെ വീട്ടിൽ നിന്നല്ല, ആദ്യം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറക്കി വിട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സൂറത്ത്, അപ്പം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ ഏറ്റവും അവസാനത്തെ ആയത്താണ് ആയത്തുൽ കുർസി. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ആ ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഈ ആയത്ത് വീടിൻ്റെ അകത്ത് പോയിരുന്ന് ഓതിയാൽ അവിടെ നിന്ന് ശൈത്താനും മക്കളും ഇറങ്ങി ഓടും. ശൈത്താൻ തന്നെ വിളിച്ചു പറയും, മക്കളെ ഇനി ഇവിടെ താമസിക്കാൻ പറ്റൂല. ശൈത്താൻ തന്നെ എൻ്റെ മക്കളോട് പറയും, ഇന്നലെ വരെ വാടക കൊടുക്കാതെ സുഖിച്ച് ജീവിക്കാമായിരുന്നു, ഇനി പറ്റൂല, വേറെ വീട് നോക്കാം, ഇവിടെ നല്ല ആൾക്കാർ വന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ. സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അതിനും മടിയാണോ? ഒന്ന് കൈപൊക്ക ചങ്ങാതി. കാരണം സ്വർഗത്തിൽ പോകാൻ വേറെ അമലൊന്നും വേണ്ട. സ്വർഗത്തിൽ പോകാൻ വലിയ അമലൊന്നും വേണ്ട. റോഡിൽ കിടന്ന ഒരു കല്ലെടുത്ത് മാറ്റിയാൽ അള്ളാഹു സ്വർഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചിലപ്പോ ഈ കൈപൊക്കിയതിന്റെ പേരിലായിരിക്കും അള്ളാഹ് നമുക്ക് സ്വർഗം തരുന്നത്. വേണമെന്നുള്ളവരൊക്കെ കൈപൊക്കിക്ക്. പൈസ ഒന്നും തരണ്ട. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറയുന്ന ആയത്തുൽ കുർസി എന്ന് പറയുന്ന ആയത്ത് എല്ലാ ദിവസവും 5 നേരം നിസ്കരിച്ചിട്ട് ഒറ്റ പ്രാവശ്യം ഓതിയാ മതി. അള്ളാഹു നിനക്ക് സ്വർഗം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 5 വഖത്ത് ഫർള് നമസ്കരിച്ചിട്ട് ഏതായത്തോതണം? ആയത്തുൽ കുർസി ഓതിയാൽ നിന്റെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ ഒരേ ഒരു മറയേ ഉള്ളൂ. സ്വർഗത്തിൻ്റെയും ഈ ആയത്ത് ഓതുന്ന മനുഷ്യൻ്റെയും ഇടയിൽ ഒരേ ഒരു മറ. ഏതാ മറ? മരിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ, ജീവിച്ചിരുന്നാൽ പറ്റൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ആയത്തെ കുറിച്ച് ഓതുന്ന അവിടെ ഇരിക്കട്ടെ. എന്ത് ചെയ്യണം? മരിച്ചാലേ പോകാൻ പറ്റൂ, അല്ലാതെ പോകാൻ പറ്റുമോ? നമ്മളോട് ഏക സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത് കരിക്കൂന്ന്. നമ്മളെ ഇവിടെ കരിച്ചാലെന്ത്, പൊരിച്ചാലെന്ത്, വറുത്താലെന്ത്, സ്വർഗത്തിൽ പോയാൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളോടാട ചങ്ങാതി എപ്പോഴും ദുആ ചെയ്യുക, അള്ളാഹുവെ മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിപ്പിക്കണേ അല്ലാ. നമ്മൾ ദുആ ചെയ്യണതല്ലേ, അല്ലാ മരിക്കുമ്പോൾ നീ ഈമാനോടുകൂടി മരിപ്പിക്കണം, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണം. നമ്മൾ മരിക്കാൻ പേടിയില്ലാത്ത നമ്മളോടാ ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കുന്നത്. അള്ളാഹു അവന്മാരുടെ പേടി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു അവർക്കെല്ലാവർക്കും ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം അവർക്കും നരേന്ദ്രമോദിക്കും ഹിദായത്ത് വേണം. അമിത്ഷാ സാറിനും അള്ളാഹു ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറയാൻ ഒരു മടിയില്ലേ? അതെന്താ ഇപ്പം മുസ്ലിമായ എന്താ പറ്റൂലേ? അതാണ് അൽഹംദുലില്ലാ. അള്ളാഹു ഹിദായത്ത് കൊടുക്കണമെന്ന് വിചാരിച്ച് അങ്ങനാണല്ലോ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ദുആ ചെയ്തു. സഹാബി പറയുന്നുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വാള് എടുത്തുകൊണ്ട് 100 ഒട്ടകത്തിന് പകരം മുത്തുനബിയെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോഴാ സഅദ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നീ എവിടെ പോകുന്നു ഉമറെ? ഞാൻ മുഹമ്മദിന്റെ തലയെടുക്കാൻ പോകാ. അതെന്താ? മുഹമ്മദ് നബിയുടെ തലയെടുക്കാൻ പോയാൽ നിന്നെ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സഅദ് തങ്ങളോട് ചോദിക്കുക, നീയും മുസ്ലിം ആയോടാന്ന്? നീയും മുസ്ലിം ആയോ? എങ്കിൽ ആദ്യം നിന്റെ തല ഞാൻ വെട്ടും. അപ്പോൾ സഅദ് തങ്ങൾ ചോദിച്ചു അത്രേ, നീ മുസ്ലിമായ ആരുടെ തലയും വെട്ടുവോ? ഞാൻ ആരുടെ തലയും വെട്ടും. എന്നാൽ ആദ്യം പോയിട്ട് സ്വന്തം പെങ്ങളുടെ തല വെട്ടാൻ. എന്താ പറഞ്ഞേ? എടാ, എൻ്റെ തല വെട്ടുന്നതിന് മുമ്പ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തല വെട്ടുന്നതിന് മുമ്പ് വീട്ടിൽ പോയിട്ട് സ്വന്തം കൂടപ്പുറപ്പിനെ നീ നേരെയാക്കി എന്നിട്ട് പോവാൻ.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഊരിപ്പിടിച്ച വാളുമായി വീട്ടിൽ കയറി ചെല്ലുമ്പോൾ തൻ്റെ സഹോദരി ഫാത്തിമ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സഹോദരിക്ക് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ത്വാഹ, അള്ളാഹിൻ്റെ വിശുദ്ധമായ ഖുർആൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചരിത്രമറിയാം. അവസാനം ആ ഖുർആനിൻ്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോൾ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് നടന്നു വരുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇന്നലെ വെള്ളിയാഴ്ച രാവ് വ്യാഴാഴ്ച രാത്രി മുത്തുനബി ദുആ ചെയ്തു, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണേ പടച്ചവനെ. നബി ദുആ ചെയ്തു, രണ്ടാലൊരു ഉമർ, ഒന്നുകിൽ ഉമർ ഇബ്നുൽ ഖത്താബ് അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, അബൂജഹൽ, ഈ രണ്ടാലൊരാളെ കൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേ എന്ന് ഇന്നലെ രാത്രി ദുആ ചെയ്തു എന്ന് സഹാബി പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ഹിദായത്ത് കിട്ടണം. ആരും ലോകം മുഴുവനും ഹിദായത്ത് കിട്ടി ഇസ്ലാമിലേക്ക് കടന്നു വരണം. അള്ളാഹു അങ്ങനെ ചിന്തിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രവാചകന്റെ ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ നിന്ന ഭാര്യയാണ് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. ആ ആയിഷ ബീബിക്ക് അള്ളാഹു കൊടുത്ത പ്രതിഫലം എന്തെന്നറിയുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ വഫാത്തിൻ്റെ സമയമെടുത്തപ്പോൾ എല്ലാ ഭാര്യമാരെയും അടുത്തു വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എനിക്ക് എല്ലാവരുടെ വീട്ടിൽ വരാൻ കഴിയുന്നില്ല, ഞാൻ ആയിഷ ബീവിയുടെ വീട്ടിൽ കടന്നുകൊള്ളട്ടെ. എല്ലാ ഭാര്യമാരും സമ്മതം കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ വീടിൻ്റെ അകത്താണ്. റബീഉൽ അവ്വൽ മാസം. എൻ്റെ പ്രിയപ്പെട്ടവരെ, 11 കഴിഞ്ഞു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ കിടക്കുമ്പോഴാണ് പ്രവാചകന് രോഗം വല്ലാതെ കൂടിയത്. എഴുന്നേക്കാൻ കഴിയുന്നില്ല, നടക്കാൻ കഴിയുന്നില്ല, വളരെ പ്രയാസമായി, വേദന സഹിക്കാൻ കഴിയാതെ ലോകത്തിൻ്റെ നേതാവ് അവസാനം മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മടിത്തട്ടിലാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ലോകത്തിൽ ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യം അല്ലാഹു എനിക്ക് നൽകി. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത് എൻ്റെ മടിത്തട്ടിൽ കിടന്ന. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുകയാ, പ്രവാചകന് വഫാത്തായത് എൻ്റെ മടിത്തട്ടിൽ കിടന്ന. ആർക്കാ പറയാൻ കിട്ടിയ ഇങ്ങനെ? ആർക്കാ ഇതുപോലൊരു ഭാഗ്യം കിട്ടുക? എന്നിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, മുത്തുനബിയുടെ തൊണ്ടയ്ക്ക് താഴെ അവസാനമായിട്ട് ഇറങ്ങിയത് എൻ്റെ ഉമ്മനീരാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി തങ്ങൾ മിസ്വാക്ക് ചെയ്യണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ സ്വന്തമായിട്ട് പല്ല് തേക്കാൻ കൈ പൊങ്ങാതെ വന്നപ്പോൾ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മിസ്വാക്ക് എടുത്ത് തൻ്റെ വായിക്കകത്ത് വെച്ച് ചവച്ചരച്ച് ആ ഉമ്മനീരോടുകൂടി പ്രവാചകന് പല്ല് തേച്ചു കൊടുത്തു. പ്രവാചകൻ അത് കുടിക്കുകയാ ചെയ്ത്, തുപ്പിക്കളഞ്ഞില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊരു വലിയ ഭാഗ്യമാണ്. അത് എല്ലാ ഭാര്യ ഭർത്താക്കന്മാർ കിട്ടൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 60 വയസ്സ് കഴിഞ്ഞപ്പോൾ തൻ്റെ ഭാര്യമാരോട് വല്ലാത്ത സ്നേഹം. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കുറച്ചു പാല് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ആ പാല് വാങ്ങിയിട്ട് പ്രവാചകന് കുടിക്കുന്നതിന് മുമ്പ് ആയിഷ ബീബിയുടെ കയ്യിൽ വെച്ച് കൊടുത്തു, നീ കുടിക്കുക ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പാല് കുടിച്ചു കഴിഞ്ഞപ്പോൾ ആ 60 വയസ്സ് കഴിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പാലിൻ്റെ പാത്രം എടുത്തിട്ട് ഇങ്ങനെ തിരയുകയാണ്. എന്തോ ഇങ്ങനെ തിരയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരയുന്നത് കണ്ടപ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, എന്താ തിരയുന്നത്? നീ എവിടെയാണ് ചുണ്ടുവെച്ച് കുടിച്ചത് എന്ന് തിരയുകയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചുണ്ട് എവിടെ വെച്ചാണ് കുടിച്ചത് എന്ന് തിരയുകയാ. അപ്പൊ ആ സ്ഥലം കണ്ടുപിടിച്ചപ്പോൾ തൻ്റെ ഭാര്യയുടെ ചുണ്ടിരുന്ന അതേ സ്ഥലത്ത് മുത്തുനബി തൻ്റെ ചുണ്ട് ചേർത്ത് വെച്ചു പാല് കുടിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സ്വന്തം പാല് കുടിക്കുന്ന കാര്യമൊക്കെ പോകട്ടെ. പണ്ടുള്ള ഭാര്യമാർ ഭർത്താവ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അതേ പാത്രത്തിലേ കഴിക്കാറുള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇല്ലേ? നമ്മുടെയൊക്കെ വാപ്പമാരുടെ കാര്യം ചിന്തിച്ച് നോക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പണ്ടത്തെ പെണ്ണുങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നോക്കി നിൽക്കും. എന്തിന്? ഭർത്താവ് കഴിച്ച ഭക്ഷണം
ഭർത്താവ് കഴിച്ചിട്ട് വെച്ച പാത്രത്തിൽ അല്പം ഭക്ഷണം കാണും, അതിൻ്റെ കൂടെ കഴിക്കാൻ. പക്ഷെ ഇന്നത്തെ പെണ്ണുങ്ങൾ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് വേണം ഭക്ഷണം കഴിക്കാൻ. ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൻ്റെ അകത്ത് ഭക്ഷണം കഴിക്കണം. ആ ഭക്ഷണം കഴിക്കുന്നതിന് അള്ളാഹു വലിയ പ്രതിഫലം ഓഫർ ചെയ്തിട്ടുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് എങ്ങനെയാണ് കുടുംബജീവിതം നയിച്ചത് എന്ന്, ആ പ്രവാചകൻ ഉണ്ടായിരുന്ന ഗുണങ്ങൾ എന്താണെന്ന് പ്രവാചകൻ്റെ കൂടെ ജീവിച്ച തൻ്റെ ഭാര്യമാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ആ പഠിപ്പിച്ചു തന്ന ഗുണങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്യാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതം സ്വർഗമാണ്, നമ്മുടെ ജീവിതം സമാധാനമുള്ളതാണ്, നമ്മുടെ ജീവിതം സന്തോഷമുള്ളതാണ്. അങ്ങനെ ജീവിച്ച് ഈ ദുനിയാവിൽ മരിക്കുന്ന കാലം വരെ സന്തോഷത്തോടു കൂടി ജീവിച്ച് മരിക്കുമ്പോൾ പരസ്പരം രണ്ടുപേരും പൊരുത്തം ചോദിച്ച് അവിടെ നിന്ന് റബ്ബേ പൊരുത്തം കിട്ടിയവരായ രീതിയിൽ മരണപ്പെട്ട് നാളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ജന്നാത്തിൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ കുടുംബസമേതം ഒരുമിച്ച് കൂടാൻ കരുണക്കടലായ പടച്ച റബ്ബ് നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.